നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് മാത്രം വിളിച്ചു കിടക്കുന്ന ശ്യാമകുഞ്ഞ് കാർത്തികയുടെ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ട് തപ്പാൻ പറഞ്ഞോ? അല്ല, അല്ലെങ്കിൽ തന്നെ ശ്യാമകുഞ്ഞിന് അതുകൊണ്ട് എന്താ ലാഭം? കാർത്തികയുടെ സാധനങ്ങൾ എന്തെങ്കിലും മോഷ്ടിക്കാൻ വയ്യാതെ കിടക്കുന്ന ഈ ശ്യാമകുഞ്ഞ് പറഞ്ഞെന്നാണോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? എടി കള്ളം പറയുന്നത് നിക്കവിടെ. അല്ല സത്യം, ഇവള് കള്ളം പറയാ. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? എന്താ എന്താ എന്താമ്മ? എടാ, നീ കറക്റ്റ് സമയത്ത് തന്നെ വന്നു. നീ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്ക്. വയ്യാതെ കിടക്കുന്ന ശ്യാമു പറഞ്ഞിട്ട് പൊന്നി കാർത്തികയുടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിച്ചെന്ന് നിന്റെ ഭാര്യ കാർത്തിക പറയുന്നത്. അല്ല കാർത്തികെ, നിന്റെ സാധനങ്ങൾ പൊന്നു പരിശോധിച്ചെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? അവൾ എന്തെങ്കിലും മോഷണം നടത്തുന്ന സംശയമുണ്ടോ നിനക്ക്? മോഷ്ടിക്കാനൊന്നും അല്ല, ഇവളിന്റെ അഡ്രസ് തരികയായിരുന്നു. നീ ഇവള് അനാഥാലയത്തിൽ വളർന്നു എന്നല്ലേ പറഞ്ഞേ? അതിപ്പോ എവിടെയായാലെന്താ? അതമ്മ, ഈ അഡ്രസ് എന്ന് പറഞ്ഞാലേ കാർത്തിക എന്റെ കൂടെ പോരുമ്പോ അനാഥാലയത്തിന്റെ വിലാസത്തിനൊപ്പം ഈ വിലയോടൊപ്പുള്ള സാധനങ്ങൾ കൂടി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കാഴ്ചയിൽ അത്ര വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും അല്ല. അത് പിന്നെ ഇവളുടെ കാർത്തികയുടെ മരിച്ചുപോയ അമ്മയുടെ ഫാൻസി കമ്പലും മാലയൊക്കെ ഉള്ളൂ. അപ്പൊ അത് കാർത്തിക നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണേ. അപ്പൊ പിന്നെ ആരെങ്കിലും എടുത്ത് അത് അശ്രദ്ധയായിട്ട് കൈകാര്യം ചെയ്ത് കൈമോശം വരുമെന്നാണ് കാർത്തികയുടെ പേടി. അപ്പൊ ഇതിപ്പോ എടുക്കുന്നതിൽ എന്നെ തന്നെ വിലക്കിരിക്കുക. ഓ, അതാണോ? പൊന്നി, ഇനി മേലെ മറ്റുള്ളവരുടെ സാധനങ്ങൾ പരിശോധിക്കാൻ പോകരുത്. ഞാൻ പോയിട്ടില്ല സത്യമേ. പോയാലും ഇല്ലെങ്കിലും ഇനി അത് ഉണ്ടാവാൻ പാടില്ലെന്നാ പറഞ്ഞത്. പ്രശ്നം തീർന്നല്ലേ? മോളെ, നിന്റെ അമ്മയെ സംബന്ധിച്ച ഓർമ്മകളൊന്നും ആരും കവർന്നുകൊണ്ട് പോകാൻ പോകുന്നില്ല. ശാലിനി എന്നെ തല്ലിയതോ സത്യമേ? അത് നീ ശ്യാമയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.